ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ബയോളജി സെക്കൻഡ് ചാപ്റ്ററിൻ്റെ അവസാനത്തെ പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവസാനത്തെ ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്നുള്ളതാണ്. അപ്പം നെർവസ് സിസ്റ്റം എന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഗ്രൂപ്പ് ഓഫ് നെർവ്സ് ആണ്. ആ നെർവ്സിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഓട്ടോ എന്ന് പറയുന്ന വേർഡ് എന്താ ശരിക്കും? ഓട്ടോമാറ്റിക് എന്ന് പറയുന്നുണ്ട് അല്ലേ, സ്വന്തമായിട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ബോഡിയിൽ നമ്മൾ അറിയാതെ തന്നെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള നമ്മൾ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾ അത് കൺട്രോൾ ചെയ്യുന്ന നെർവസ് സിസ്റ്റമാണ് എന്ത്? ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ദാറ്റ് കൺട്രോൾസ് ദ ഓട്ടോമാറ്റിക് ഫങ്ഷൻസ് ഓഫ് ബോഡി ദാറ്റ് വി നീഡ് ടു സർവൈവ്. നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട അത്യാവശ്യമായിട്ടുള്ള ഫങ്ഷൻസ് അത് ചെയ്യുന്നതാണ് ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഉണർന്നിട്ടാണെങ്കിലും ഉറക്കത്തിലാണെങ്കിലും ഇതായിരിക്കും എല്ലാ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പം ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്താണ് ശരിക്കും? പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ. അപ്പോൾ എന്താണ് ഈ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ രണ്ട് ടൈപ്പ് നെർവസ് സിസ്റ്റത്തിനെ പറ്റി പഠിച്ചിരുന്നു അല്ലേ. പെരിഫറൽ നെർവസ് സിസ്റ്റം, പിന്നെ ഏതായിരുന്നു മറ്റേത്? പെരിഫറൽ ആൻഡ് അങ്ങനെ രണ്ട് നെർവസ് സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലേ. ഓർമ്മ ഉണ്ട് ഏതൊക്കെയാണെന്നുള്ളത്? അപ്പോൾ പെരിഫറൽ നെർവസ് സിസ്റ്റം, അതേപോലെ തന്നെ നമ്മളുടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, ഇങ്ങനത്തെ സിമ്പത്തറ്റിക്കും അതൊക്കെ നമ്മൾ എന്താണിപ്പോൾ നോക്കും. അപ്പം പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്, പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്. രണ്ട് നെർവസ് സിസ്റ്റമാണ്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിനും സ്പൈനൽ കോഡും ഉള്ളതെങ്കിൽ പെരിഫറൽ നെർവസ് സിസ്റ്റം നമ്മൾ പഠിച്ചു, അതിൽ നെർവ്സാണ് അല്ലേ. ബ്രെയിനും സ്പൈനൽ കോഡും ഒഴിച്ച് ബാക്കി വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെർവ്സ് അടങ്ങിയ സിസ്റ്റമാണ് എന്ത്? ഈ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ വീണ്ടും രണ്ട് ഡിവിഷൻസ് ഉണ്ട്. ഒന്ന് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയും, മറ്റത് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയും. ഓക്കെ, അപ്പം എന്താ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം നമ്മളിപ്പോൾ കാണും. അപ്പം ഇപ്പോൾ അതിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു നടന്നു പോകുമ്പം നായനെ കാണാൻ വിചാരിക്കുക. നായനെ കാണുമ്പം കോമൺ ആയിട്ടുള്ള ടെൻഡൻസി എന്തായിരിക്കും? എപ്പോഴും തിരിഞ്ഞു ഓടാനുള്ളൊരു ടെൻഡൻസി ആയിരിക്കും നമുക്ക് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ആരാണ് നമ്മളടുത്ത് ഈ പറയുന്നത് ഓടിക്കോ എന്നുള്ള ആ ഒരു സിഗ്നൽ നമുക്ക് ആരാ തരുന്നത്? ആരും നമ്മളോട് പറയുന്നില്ല, നമ്മൾ സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് രണ്ട്, ഒന്നുകിൽ അവിടെ നമ്മൾ പ്രതിരോധിച്ച് നിൽക്കുക, അല്ലെങ്കിൽ അവിടെ ഓടി രക്ഷപ്പെടുക. ഈ രണ്ട് കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന സിസ്റ്റമാണ് ഏത്? നമ്മളുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, എമർജൻസി സിറ്റുവേഷൻ നമ്മളെ ബോഡിനെ തയ്യാറാക്കുന്നത് ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആയിരിക്കും. പാരാസിമ്പത്തറ്റിക് സിസ്റ്റം അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട്, അതായത് ഇതെന്താണോ ചെയ്യുന്നത് അതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആരും ചെയ്യുന്നത്? പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ചെയ്യുന്നത്. അപ്പം നമ്മളൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പം ബോഡിയിൽ പല മാറ്റങ്ങളുണ്ടാവും. ഓക്കെ, ആ പല മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ആ മാറ്റങ്ങൾ തയ്യാറെടുക്കുന്നതാണ് ഈ സിമ്പത്തറ്റിക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കണ്ടീഷൻ നമ്മളുടെ ഇതിനെ മറികടന്ന് കഴിഞ്ഞാൽ വീണ്ടും പഴയ രീതിയിലേക്ക് ശരീരത്തെ തിരിച്ചു കൊണ്ടുവരണം. അത് ചെയ്യുന്നതാണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്താ ചെയ്യുന്നത്? ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നമ്മളുടെ ബോഡിനെ ആക്ഷന് വേണ്ടി തയ്യാറെടുക്കുക. അതാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ബോഡീൻ്റെ ഹാർട്ട് റേറ്റ് കൂടും, പ്യൂപ്പിൾസ് വലുതാവും, ബ്ലഡിൻ്റെ കൂടുതൽ ഫ്ലോ മസിൽസിലേക്കായിരിക്കും വരുന്നത് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബോഡിയെ തയ്യാറെടുക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവിടെ. മസിൽസിൽ കൂടുതൽ ബ്ലഡ് വരിക, കണ്ണിൻ്റെ പ്യൂപ്പിൾസ് വലുതാവുക, ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ചെയ്യും നമ്മളുടെ ബോഡിയെ തയ്യാറാക്കാൻ വേണ്ടി. ഇനി നമ്മളൊരു സിറ്റുവേഷനൊക്കെ കഴിഞ്ഞു, നമ്മളൊരു രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അത് പഴയ രീതിയിൽ ഹാർട്ട് റേറ്റ് പഴയ രീതിയിൽ കൊണ്ടുവരണം, പ്യൂപ്പിൾസിനെ പഴയ സൈസിലേക്ക് കൊണ്ടുവരണം, ബ്ലഡ് വെസൽ ഓവറായിട്ടുള്ളത് നോർമൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവരണം. അതൊക്കെ ചെയ്യുന്നതാണ് ആര്? പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അതുകൊണ്ട് തന്നെ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാമെന്ന് പറയും. ഓക്കെ, റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം അത് ആക്റ്റീവായി കഴിഞ്ഞാൽ നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം തൽക്കാലം സ്ലോ ഡൗൺ ചെയ്യും. എനർജി ബാക്കിയുള്ള കാര്യങ്ങൾക്കായിരിക്കും എന്ത് ചെയ്യുന്നത്? കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ സിസ്റ്റത്തിന്. കാരണം ഡൈജഷൻ വീണ്ടും പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഇവിടെ എന്തായിരിക്കും നടക്കുന്നത്? ഹാർട്ട് റേറ്റ് സ്ലോ ആക്കുക, കൺസ്ട്രിക്റ്റിംഗ് പ്യൂപ്പിൾസ് അല്ലേ ചുരുക്കുക, അതേപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം സ്റ്റിമുലേറ്റ് ചെയ്യുക. എന്നിട്ട് ടു റെസ്റ്റോർ ദ ബോഡി ടു എ കാം ബാലൻസ്ഡ് സ്റ്റേറ്റ് ആഫ്റ്റർ ദ ത്രെറ്റ് ഹാസ് പാസ്റ്റ്. വീണ്ടും ബാലൻസ് സ്റ്റേറ്റിലേക്ക് നമ്മുടെ ശരീരത്തിനെ കൊണ്ടുവരാം.
അപ്പം ഈ രണ്ട് സിസ്റ്റം കോംപ്ലിമെൻ്ററി ആയിട്ടായിരിക്കും, ഒരുമിച്ചിട്ടായിരിക്കും, പക്ഷേ ഇൻ ഓപ്പോസിറ്റ് രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ബോഡീൻ്റെ ഇൻറ്റേർണൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഒന്ന് കൂട്ടും, മറ്റേതിനെ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരും. ഓക്കെ, മനസ്സിലായല്ലോ രണ്ടും എന്താണെന്നുള്ളത്. ഇനി ഇതാണ് സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒന്ന് പ്യൂപ്പിളിനെ ഡയലേറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റേതിനെന്തായാലും ചുരുക്കുക, കൺസ്ട്രിക്റ്റ് ചെയ്യും. ഓക്കെ, പിന്നെ സലൈവ പ്രൊഡക്ഷൻ കുറയ്ക്കും, ഇവിടെ വീണ്ടും പഴയ രീതിയിലേക്ക് കൊണ്ടുവരും. ഹാർട്ട് ബീറ്റ് കൂട്ടും, ഇത് പാരാസിമ്പത്തറ്റിക് എന്ത് ചെയ്യും, ഹാർട്ട് ബീറ്റിനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരും. ലങ്സ് എക്സ്പാൻഡ് ചെയ്യും, കൂടുതൽ നമ്മളുടെ ഓക്സിജൻ എടുക്കാൻ വേണ്ടി, പക്ഷേ നോർമൽ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അതിനെ ചുരുക്കിയിട്ട് നോർമൽ വർക്കിംഗ് കണ്ടീഷനിലാക്കുന്ന ആരാണ്, പാരാസിമ്പത്തറ്റിക് ആണ്. അതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞു ഡൈജഷൻ പ്രോസസ്സ് സ്റ്റോർ ചെയ്യും, അതെന്ത് ചെയ്യും, സ്ലോ ചെയ്യും. ഹോർമോൺ പ്രൊഡക്ഷൻ കൂട്ടും. അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുമ്പോഴാണ് നമുക്ക് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് സിറ്റുവേഷനിൽ നിൽക്കാൻ സാധിക്കുന്നത്. പിന്നെ പാരാസിമ്പത്തറ്റിക് എന്ത് ചെയ്യും, പ്രോസസ് ഓഫ് ഡൈജഷൻ സ്റ്റിമുലേറ്റ് ചെയ്യും. സ്ലോസ് ഡൗൺ പെരിസ്റ്റാളിസിസ്. പെരിസ്റ്റാളിസിസ് അറിയാലോ എന്താണെന്നുള്ള, നമ്മളുടെ ഫുഡിൻ്റെ മൂവ്മെൻറ്റിനാണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് സ്ലോ ഡൗൺ ചെയ്യും, പക്ഷേ ഇത് അതിനെ നോർമൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവരും. ഇവിടെ യൂറിൻ പുറത്തേക്ക് പാസ് ചെയ്യാൻ സമ്മതിക്കില്ല. ഇത് അങ്ങനെ യൂറിൻ പാസ് ചെയ്യാനുണ്ടെങ്കിൽ അത് ബ്ലാഡറിനെ എംപ്റ്റി ചെയ്തിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവർ രണ്ടുപേരും ചെയ്യുന്നത്. ഇവർ കോംപ്ലിമെൻ്ററി എന്ന് പറയും. ഒന്ന് ഒരു ഭാഗം കൂട്ടുമ്പം മറ്റേ അതിനെ നോർമൽ സൈഡിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഇവർ കോംപ്ലിമെൻ്ററി ആയിട്ട് ആക്ട് ചെയ്തിട്ടാണ് നമ്മളുടെ ബോഡീൻ്റെ ഇൻറ്റേർണൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ, സിമ്പത്തറ്റിക് പ്യൂപ്പിൾ ഓഫ് ദ ഐ എന്തൊക്കെയാണ് ചെയ്യുന്നതല്ലേ, നമ്മൾ ആ ഡയഗ്രത്തിൽ നോക്കിയിരുന്ന ഡയഗ്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡയഗ്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ സിമ്പത്തറ്റിക് സിസ്റ്റം നമ്മളുടെ പ്യൂപ്പിളിനെ എന്ത് ചെയ്യും, ഡയലേറ്റ് ചെയ്യും അല്ലേ. ഡയലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ വലുതാക്കുക, ഡയലേറ്റ്സ്. നേരെ മറിച്ച് പാരാസിമ്പത്തറ്റിക് ആണ് ചുരുക്കുക, കൺസ്ട്രിക്ട്സ് അല്ലേ. ഒന്ന് ഡയലേറ്റ് ചെയ്യും, മറ്റേത് കൺസ്ട്രിക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ സലൈവറി ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻ എന്ത് ചെയ്യും, സിമ്പത്തറ്റിക് ആണെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഡിക്രീസ് ചെയ്യും. ഡിക്രീസ് ചെയ്യും. മറ്റേ സൈഡാണെങ്കിലോ പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഇൻക്രീസ് ചെയ്യും. പിന്നെ അടുത്തത് ബ്രോങ്കിയോൾ. ബ്രോങ്കിയോൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലങ്സിൻ്റെ അകത്തുള്ള പാർട്ടാണ് അല്ലേ. ബ്രോങ്കിയോൾ എന്ത് ചെയ്യും, കൂടുതൽ ഓക്സിജൻ എടുക്കാൻ വേണ്ടി എക്സ്പാൻഡ് ചെയ്യും. നേരെ മറിച്ച് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം എന്ത് ചെയ്യും, അതിനെ ചുരുക്കും, കൺസ്ട്രിക്റ്റ് ചെയ്യും അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ചെയ്യും. ഓക്കെ, ഹാർട്ടിൻ്റെ ബീറ്റ് ഇൻക്രീസ് ചെയ്യും. ഹാർട്ട് ബീറ്റ് ഇൻക്രീസസ്. ഹാർട്ടിൻ്റെ ബീറ്റ് കൂടും. മറ്റേതാണെങ്കിലോ ഡിക്രീസ് ചെയ്യും. എഡ്രിനൽ ഗ്ലാൻഡിലോ ഹോർമോൺ പ്രൊഡക്ഷൻ ഇവിടെ കൂട്ടും, മറ്റേൽ ഇൻഫ്ലുവൻസ് ഇല്ല. അവിടെയാണ് എഡ്രിനൽ ഗ്ലാൻഡ്സ് ആണ് എഡ്രിനാലിൻ എന്ന് പറയുന്ന ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹോർമോൺ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. സ്റ്റൊമക്കാണെങ്കിലോ സ്റ്റൊമക്കിൽ എന്തായിരിക്കും വ്യത്യാസം വരിക, സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ ഡൈജസ്റ്റീവ് പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യും. ഇപ്പോൾ സ്ലോസ് ഡൗൺ ഡൈജഷൻ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് പ്രോസസ്സ്. പാരാസിമ്പത്തറ്റിക്കോ ഡൈജസ്റ്റീവ് പ്രോസസ്സ് വീണ്ടും ഫാസ്റ്റ് ആക്കും. ഫാസ്റ്റ് ആക്കാൻ നോർമൽ ആക്കാം. ഓക്കെ, അതായിരിക്കും പാരാസിമ്പത്തറ്റിക് ചെയ്യാം. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ പെരിസ്റ്റാളിസ് എന്ന് പറയുന്ന ഫുഡിൻ്റെ ആ മൂവ്മെൻറ്റ് എന്തായിരിക്കും, സ്ലോ ഡൗൺ ആവും. പെരിസ്റ്റാലിസിസ് സ്ലോസ് ഡൗൺ. പെരിസ്റ്റാലിസിസ് സ്ലോ ഡൗൺ ചെയ്യും. ഇവിടെ ആണെങ്കിൽ പെരിസ്റ്റാലിസിസ് ഇൻക്രീസ് ചെയ്യും. യൂറിനറി ബ്ലാഡറിൽ യൂറിൻ റീറ്റെയിൻ ചെയ്യും. പാരാസിമ്പത്തറ്റിക് സിസ്റ്റം എന്ത് ചെയ്യും, നമ്മളുടെ യൂറിൻ ബ്ലാഡറിനെ എംപ്റ്റി ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരിക്കും രണ്ടിലും നടക്കുന്നത്, പാരാസിമ്പത്തറ്റിക്കിലും സിമ്പത്തറ്റിക്കിലും.
അപ്പം റെഗുലേറ്റ് വേരിയസ് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ദാറ്റ് ടേക്ക് പ്ലേസ് ബിയോണ്ട് അവർ കോൺഷ്യസ്നെസ്. നമ്മളുടെ കോൺഷ്യസിന് പുറത്ത് വരുന്ന കാര്യങ്ങളാണ് ഇവർ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം പെട്ടെന്നുള്ള സ്പോണ്ടേനിയസ് റെസ്പോൺസ് അക്കോർഡിംഗ് ടു സ്റ്റിമുലൈ അനുസരിച്ചിട്ട് പെട്ടെന്ന് എന്ത് റെസ്പോൺസ് ആണോ എടുക്കേണ്ടത് അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റമാണ്. ഓക്കെ, അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമ്മളൊരു ഹോട്ടായിട്ടുള്ള ഒബ്ജക്റ്റ് തൊടുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളില്ലേ. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ തന്നെന്താണ് ബ്ലിങ്കിങ് ഓഫ് ഐസ് വെൻ ലൈറ്റ് ഫോൾസ് ഓൺ ഇറ്റ്. കണ്ണിലേക്ക് അങ്ങനെ ലൈറ്റ് അങ്ങനെ നല്ലോണം അടിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ണ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും അല്ലേ, തുറക്കം അടക്കുകയൊക്കെ ചെയ്യും. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ എന്താണ്, നമ്മളുടെ കാലൊരു മുള്ള് തറയ്ക്കാൻ വിചാരിക്കുക. അപ്പോൾ നമ്മൾ കാല് പെട്ടെന്ന് അവിടെ എന്ത് ചെയ്യും, വിഡ്രോ ചെയ്യും. അപ്പോൾ വിഡ്രോയിങ് ഓഫ് ഫീറ്റ് when a thorn is stepped on. ഒരു തോണിൻ്റെ മുകളിൽ നമ്മൾ കാല് വെക്കണം, അപ്പം തന്നെ നമ്മൾ കാലെടുത്ത് മാറ്റും. പിന്നെ അതേപോലെ തന്നെ വിഡ്രോയിങ് ഹാൻഡ്സ്, നമ്മളൊരു ചൂടുള്ള ഒബ്ജക്റ്റ് തൊടുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കൈ എടുത്ത് മാറ്റും. when we touch a hot object. ഇതൊക്കെയാണ് നമ്മളുടെ ബോഡി റെസ്പോണ്ട് അനുസരിച്ചിട്ട് സഡനായിട്ട് അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റമാണ്. ഇങ്ങനത്തെ സഡൻ ആയിട്ടുള്ളൊക്കെ ചെയ്യുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റമാണ്. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഒരു ഹോട്ടായിട്ടുള്ള ഒബ്ജക്റ്റ് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ അപ്പം കയ്യെ അവിടുന്ന് എടുത്ത് മാറ്റും. അപ്പം ആ സ്റ്റിമുലൈ അല്ലെങ്കിൽ ആ ഹോട്ട് എന്ന് പറയുന്ന സ്റ്റിമുലൈനെ നമ്മളെടുക്കുന്ന പ്രതിരോധം എന്താണ്, ആക്ഷൻ എന്താണ്, പെട്ടെന്ന് കൈ മാറ്റുക എന്നുള്ളത്. അതാണ് റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പം റിഫ്ലെക്സ് ആക്ഷൻ എന്താണ്? റിയാക്ഷൻ ദാറ്റ് ഒക്കർ സ്പോണ്ടേനിയസ്ലി ആൻഡ് ഇൻവോളണ്ടറിലി ഇൻ റെസ്പോൺസ് ടു സ്റ്റിമുലൈ. അപ്പോൾ നമ്മൾ അറിയാതെയും പെട്ടെന്നും നമ്മൾ ചെയ്തു പോകുന്ന റെസ്പോൺസിനെയാണ് എന്ത് പറയുന്നത്? റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിഫ്ലെക്സ് ആക്ഷൻ ഇങ്ങനത്തെ സഡൻ ആയിട്ടുള്ള ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? സ്പൈനൽ കോഡിൽ നിന്നാണ്, ചിലത് ബ്രെയിനിലായിരിക്കും. അപ്പോൾ സഡൻ ആയിട്ടുള്ള ആക്ഷൻ സ്പൈനൽ കോഡാണ് ഇനീഷ്യേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആ പെയിൻ നമ്മൾ ഫീൽ ചെയ്യുള്ളൂ. കാരണം എന്താ വെച്ചാൽ ബ്രെയിനിൽ ആ റെസ്പോൺസിൻ്റെ മെസ്സേജ് എത്തണം, എന്നാൽ മാത്രമേ ബ്രെയിന് പറയുള്ളൂ. നമ്മൾ ബ്രെയിനിൻ്റെ അകത്ത് സെൻറ്റർ ഉണ്ട് അല്ലേ, ബ്രെയിനിൻ്റെ അകത്ത് മെയിൻ സെൻറ്റർ ഉണ്ട്, എവിടെയാണ് ഈ പെയിനും അങ്ങനത്തെയൊക്കെ ഈ സെൻസ് ഫീൽ ചെയ്യാന്നുള്ളത്. അവിടെ മെസ്സേജ് എത്തുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അതനുസരിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം നമ്മളൊരു ഹോട്ട് ഒബ്ജക്റ്റിന് തൊട്ട് ആ ഹോട്ട് ഒബ്ജക്റ്റിൻ്റെ മെസ്സേജ് നമ്മളുടെ നെർവ് കൂടെ ന്യൂറോണിൽ കൂടെ സ്പൈനൽ കോഡിലെത്തും. സ്പൈനൽ കോഡിൽ നിന്ന് മോട്ടോർ ന്യൂറോൺസ് തിരിച്ച് ബ്രെയിൻ എന്താ പറയുക നമ്മളുടെ മസിൽസിലേക്ക് മെസ്സേജ് എത്തിക്കുക. അപ്പം തന്നെ നമ്മളവിടെ കൈ അങ്ങോട്ട് വലിക്കും. അപ്പോൾ ഈ ഫ്ലോ ചെയ്യുന്നത്, അതായത് നമ്മളുടെ സ്കിന്നിൻ്റെ റിസെപ്റ്റർ മുതൽ മോട്ടോർ ന്യൂറോൺ വഴി നമ്മൾ മസിൽ വിഡ്രോ ചെയ്യുന്നവരെ അത് ഫ്ലോ ചെയ്യുന്ന ഒരു വഴിയുണ്ടല്ലോ, പാത്വേ ഉണ്ടല്ലോ, ആ പാത്വേനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുന്നത്. അപ്പം ദ പാത്വേ ത്രൂ വിച്ച് ദ ഇമ്പൾസസ് ആർ ട്രാൻസ്മിറ്റഡ് ഇൻ എ റിഫ്ലെക്സ് ആക്ഷൻ. ഒരു റിഫ്ലെക്സ് ആക്ഷൻ നടക്കുമ്പം ഏത് പാത്ത് കൂടിയാണോ ഈ നമ്മളുടെ റെസ്പോൺസ് ആവുന്ന ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതിനാണ് നമ്മൾ എന്താ പറയുന്നത്? റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആർക്ക് ഷേപ്പ് ഇതാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ റിസെപ്റ്റർ എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? റിസെപ്റ്റർ ഉണ്ട്. ഇതാണ് ഇവിടെ ആയിരിക്കും റിസെപ്റ്റർ ഉണ്ടാവുക. ആ റിസെപ്റ്റർ കൂടെ മെസ്സേജ് സെൻസറി ന്യൂറോൺ എവിടെ എത്തിക്കുന്നുണ്ട്? സെൻസറി ന്യൂറോൺ നേരെ സ്പൈനൽ കോഡിലേക്കാണ് എത്തിക്കുന്നത്. സ്പൈനൽ കോഡിലേക്ക് എത്തും. സ്പൈനൽ കോഡ് അപ്പം തന്നെ ഒരു മെസ്സേജ് തിരിച്ച് മസിലിലേക്ക് എത്തിക്കുന്നുണ്ടാവും. അപ്പം ഈ ഇവിടുന്ന് നമ്മൾ റിസെപ്റ്ററിന് മെയിനായിട്ട് ക്യാരി ചെയ്യുന്ന സെൻസറി ന്യൂറോൺ ആയിരിക്കും. സെൻസറി ന്യൂറോൺ ഈ സ്പൈനൽ കോഡിൻ്റെ അകത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഇൻ്റർ ന്യൂറോൺ വഴി ആയിരിക്കും സ്പൈനൽ കോഡ് ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു റെസ്പോൺസ് ഉണ്ടാവുമല്ലോ, ആര് ക്യാരി ചെയ്യുന്ന നമ്മളുടെ മസിൽസിലേക്ക് എത്തിക്കുന്നത്. അവിടെ ഇൻ്റർ ന്യൂറോൺ ആ മെസ്സേജ് ആർക്ക് പാസ് ചെയ്യും? മോട്ടോർ ന്യൂറോണിന് പാസ് ചെയ്യും. മോട്ടോർ ന്യൂറോൺ മസിൽസിലേക്ക് ആ മെസ്സേജ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ മസിൽസ് പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യും? വിഡ്രോ ചെയ്യും. അപ്പം ഈ ഷേപ്പിന് ഇവിടെയുള്ള ഈ ഷേപ്പാണ് നമ്മളുടെ എന്ത് പറയുന്നത്?
റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് റിഫ്ലെക്സ് ആർക്ക്. അപ്പം ആ റിഫ്ലെക്സ് ആർക്ക് എന്താണ്? പാത്ത് വേ ത്രൂ വിച്ച് ഇമ്പൾസസ് ആർ ട്രാൻസ്മിറ്റഡ് ഇൻ എ റിഫ്ലെക്സ് ആക്ഷൻ. ഇപ്പോൾ റിഫ്ലെക്സ് ആക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പാത്ത് വേ, ആ മെസ്സേജ് പോകുന്ന വഴി, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുന്നത്. ഇനി അവസാനമായിട്ട് ഇതിനകത്തുള്ളത് നെർവസ് സിസ്റ്റം ഓഫ് ഡിഫറെൻറ്റ് ഓർഗാനിസംസ്. അപ്പം പ്രിമിറ്റീവ് ആയിട്ടുള്ള, അതായത് കുറച്ചും കൂടി ലോവർ ലെവലിലെ ഓർഗാനിസത്തിൽ ഹൈഡ്ര ഇതിൽ പോലത്തെ, അപ്പോൾ അതിനൊരു ബ്രെയിനോ സ്പൈനൽ കോഡ് പോലത്തെ കൺട്രോൾ സെൻറ്ററോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു ന്യൂറൽ നെറ്റ്വർക്കാണ്, ഒരു കുറേ നെർവ്സിൻ്റെ നെറ്റ്വർക്ക് മാത്രമേ അതിൻ്റെ കാര്യത്തിൽ ഉള്ളൂ ഹൈഡ്രയിൽ. പ്ലനേറിയയിൽ അങ്ങനെയല്ല, ഒരു പെയർ ഗാംഗ്ലിയ എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സാണ് ഉണ്ടാവുക ഹെഡ് റീജിയനിലുള്ളത്. അതായിരിക്കും ബ്രെയിനിൻ്റെ ഫങ്ഷൻ ചെയ്യുന്നത്. ഗാംഗ്ലിയ എന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ, ഗാംഗ്ലിയ എന്ന് പറയുന്ന ഒരു പെയർ ഓഫ് നെർവ്സ് ആണ് പ്ലാനേറിയൻ്റെ കേസിൽ ഈ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ചെയ്യുന്നത്. ഇൻസെക്റ്റിൻ്റെ കേസിൽ അപ്പം ഹെഡ് റീജിയനിലുള്ള ന്യൂറോൺസ് ഉണ്ടാവും. അത് ഒരു ഡെവലപ്ഡ് ബ്രെയിൻ ആവാൻ അല്ലേ, ചെറിയൊരു രീതിയിൽ ഇത് ഡെവലപ്ഡ് ബ്രെയിൻ ആയിട്ട് മാറിയിട്ടുണ്ടാവും. പിന്നെ ഗാംഗ്ലിയ ഓഫ് പെയർഡ് നെർവ് ഫൈബേഴ്സ് എമേർജിങ് ഫ്രം ദിസ് ആർ സീൻ ഇൻ ഈച്ച് സെഗ്മെൻറ്റ്. അവിടെ നിന്ന് എമേർജ് ചെയ്യുന്ന ഈ ബ്രെയിൻ പോലത്തെ ഒരു സ്ട്രക്ചറിന് ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വരുന്ന ഗാംഗ്ലിയ, അത് ഓരോ സെഗ്മെൻറ്റ്, ഇതിൻ്റെ ബോഡി ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലേ ഇൻസെക്റ്റിൻ്റെ. അപ്പോൾ ഓരോ സെഗ്മെൻറ്റിൽ എമേർജ് ചെയ്യുന്ന ഈ ഗാംഗ്ലിയ നെർവ് ഫൈബേഴ്സ് ഈ ഗാംഗ്ലിയൻ്റെ അകത്തുനിന്ന് വരുന്നത് നിങ്ങൾക്ക് കാണാം, റൂട്ട് പോലെ അല്ലേ. അപ്പം ഈ മെയിനായിട്ട് പോകുന്നതായിരിക്കും ഗാംഗ്ലിയ. ആ ഗാംഗ്ലിയൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നതായിരിക്കും നെർവ് ഫൈബേഴ്സ്. അപ്പോൾ ഓരോ സെഗ്മെൻറ്റിലും ഈ ഗാംഗ്ലിയ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടാവും. ആ ഗാംഗ്ലിയൻ്റെ അകത്തുനിന്ന് നെർവ് ഫൈബേഴ്സ് എമേർജ് ചെയ്യുന്നുണ്ടാവും ഓരോ സെഗ്മെൻറ്റിലും. ഇതാണ് ഇൻസെക്റ്റിൻ്റെ കേസിൽ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ആൻഡ് കോർഡിനേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഇതോടെ നമ്മളുടെ ആ ചാപ്റ്റർ അവസാനിച്ചു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും സബ്സ്ക്രൈബും ചെയ്യുക, ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക. താങ്ക് യു ഓൾ ഓഫ് യു.